തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നു. ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ വടകര സ്വദേശി ആസ്മിനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തിൽ കൊലയാളി ഇന്ന് അറസ്റ്റിലായി. ഒപ്പം താമസിച്ചിരുന്ന കായംകുളം സ്വദേശി ജോബി ജോർജ് എന്ന റോയിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പിടികൂടിയത്. ടൗൺ SI സജീഷ് നോബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച വൈകിട്ട് ജോബി ജോർജിനെ പിടികൂടിയത്. ജോബി ജോർജ് ബംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SI സംഘം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ജോബി ജോർജിനെ കണ്ടെത്തിയത്. ആസ്മിന മരിച്ച വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് ജോബി ജോർജ് പോലീസിനോട് പറഞ്ഞത്. ഇടത് കൈയിൽ നീളത്തിൽ ആഴമുള്ള മുറിവുണ്ട്. ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 6 തുന്നലിട്ടു. ആസ്മിന തന്നെ വെട്ടിയെന്ന് ജോബി ജോർജ് പോലീസിനോട് പറഞ്ഞു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ജോബി ജോർജ് നിൽക്കുന്ന സ്ഥലം പോലീസിന് മനസ്സിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജോബി ജോലി ചെയ്യുന്ന ആറ്റിങ്ങലിലെ ലോഡ്ജിലേക്ക് ആസ്മിനയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഭാര്യയാണെന്നാണ് ജോബി ജോർജ് പറഞ്ഞത്. രാത്രി മദ്യപിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ മുറി പരിശോധിച്ചു. തുടർന്ന് പോലീസ് എത്തി വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് ആസ്മിനയുടെ മൃതദേഹം കണ്ടത്. ആസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുറിയിൽ പിടിവലി നടന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു. ബിയർ കുപ്പി പൊട്ടിയ നിലയിലും കണ്ടെത്തി. ആസ്മിനയുടെ ശരീരമാകെ കുപ്പി കൊണ്ട് കുത്തിയ നിലയിൽ പാടുകളും ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകമെന്ന് പോലീസ് ആദ്യമേ സ്ഥിരീകരിക്കാനുള്ള കാരണം. ആസ്മിനയുടെ തലയിലും മുറിവുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജോബി ബസ് സ്റ്റാൻഡിലെത്തി കായംകുളത്തേക്ക് പോയതായി കണ്ടെത്തി. തുടർന്ന് കായംകുളത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് ബംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറിയതായി മനസ്സിലായത്. JB മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.